ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലേ, ഇന്നത്തെ കാലത്ത് മ്യൂച്വൽ ഫണ്ട് എന്നല്ലേ പറയുന്നത്? എല്ലാവരും പറയുന്നത് അതാണ്. ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഞാനും ആ കൂട്ടത്തിൽ തന്നെ നല്ലൊരു തുകയും ഇട്ടു. ഇപ്പോൾ നോക്കിയാൽ പല ഫണ്ടുകളും നല്ല ലാഭത്തിലാണ്. പക്ഷേ ഇനി എന്ത് ചെയ്യണം, എപ്പോൾ വിൽക്കണം? ഈ ചോദ്യം എന്നെ അലട്ടുകയാണ്. ഒരു ഭാഗത്ത് ഇത്രയും ലാഭമുണ്ട്, വിൽക്കണം, പണം കയ്യിലാക്കണം എന്നൊരാശയം. മറുഭാഗത്ത് ഇപ്പോൾ വിൽക്കുന്നത് തെറ്റാണ്, ഇനിയും വളരുമല്ലോ എന്നൊരു ഭയം. ഈ രണ്ടവസ്ഥക്കുമിടയിൽ ഞാൻ വല്ലാതെ പെട്ടുപോയിരിക്കുന്നു. എന്തായാലും ഈ കാര്യത്തിൽ ഏതെങ്കിലും ഒരു തീരുമാനമെടുക്കണം, അല്ലെങ്കിൽ ഈ ആശങ്ക എന്നെ തന്നെ കാർന്നു തീർക്കും. അപ്പോഴാണ് ഓർത്തത്, ഒരു സാമ്പത്തിക വിദഗ്ധനെ കണ്ടുവേണം ഈ പ്രശ്നത്തിന് പരിഹാരം തേടാനെന്ന്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഇപ്പോഴും അത്ഭുതം തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, മ്യൂച്വൽ ഫണ്ട് വിൽക്കൽ എന്നത് നിക്ഷേപത്തിന്റെ തന്നെ ഭാഗമാണ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതുമാണ് എന്ന്. അത് ശരിയാണ് അല്ലേ? നമ്മൾ എപ്പോൾ വാങ്ങണം എന്നൊക്കെ നോക്കുന്നു, പക്ഷേ എപ്പോൾ വിൽക്കണം എന്നതിനെക്കുറിച്ച് ആരും അധികം ചിന്തിക്കാറില്ല. അദ്ദേഹം തുടർന്നു പറഞ്ഞു, സാമ്പത്തിക ലക്ഷ്യങ്ങളാണ് നിങ്ങളുടെ ഗൈഡ് എന്ന്. അതായത് നിങ്ങൾ ഈ ഫണ്ടിൽ നിക്ഷേപിച്ചത് എന്തിനാണ്? കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനോ, വീട് വാങ്ങാനോ, വിവാഹത്തിനോ? ആ ലക്ഷ്യം കൈവരിക്കുമ്പോൾ ഫണ്ട് വിൽക്കുക. ഉദാഹരണത്തിന്, കുട്ടിയുടെ കോളേജ് ഫീസ് അടയ്ക്കാൻ പണം വേണമെങ്കിൽ ആ സമയത്ത് ഫണ്ട് വിൽക്കുക. ലക്ഷ്യം കൈവരിച്ചു എന്നർത്ഥം. പിന്നെ പറഞ്ഞു, നികുതി ആസൂത്രണം ശ്രദ്ധിക്കണമെന്ന്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നുള്ള ലാഭത്തിന് നികുതി ഇളവുകളുണ്ട്. ആ നിയമങ്ങൾ മനസ്സിലാക്കി നികുതി കുറഞ്ഞ രീതിയിൽ ലാഭം കൈക്കൊള്ളാൻ ശ്രമിക്കണം. മറ്റൊന്ന്, ഫണ്ടിന്റെ പ്രകടനം ശ്രദ്ധിക്കണം എന്നാണ്. നമ്മൾ തിരഞ്ഞെടുത്ത ഫണ്ട് നന്നായി പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടോ? പ്രതീക്ഷിച്ച ലാഭം കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ സ്ഥിരമായി മോശം പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ ഓർക്കുക, ഹ്രസ്വകാലത്തെ ചെറിയ ഇടിവുകൾ കാരണം പരിഭ്രാന്തരാകേണ്ടതില്ല. ദീർഘകാലാടിസ്ഥാനത്തിൽ ഫണ്ട് മോശമാണെങ്കിൽ മാത്രം പരിഗണിക്കുക. ഫണ്ട് മാനേജ്മെന്റിലെ മാറ്റങ്ങളും ശ്രദ്ധിക്കണം. ഫണ്ട് മാനേജർ മാറുകയോ നിക്ഷേപ തന്ത്രം മാറുകയോ ചെയ്താൽ അത് നിങ്ങളുടെ നിക്ഷേപ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അതുപോലെ ഫണ്ട് ഹൗസുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡെറ്റ് ഫണ്ടുകളാണെങ്കിൽ അവയ്ക്കുണ്ട് ചില സൂചനകൾ. ഫണ്ടിന്റെ ആസ്തി കുറയുകയാണെങ്കിൽ അത് പ്രശ്നങ്ങളെ സൂചിപ്പിക്കാം. ചില നിർദ്ദിഷ്ട സെക്യൂരിറ്റികളിൽ ഫണ്ട് അമിതമായി നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് അപകട സാധ്യത വർദ്ധിപ്പിക്കും. പിന്നെ പറഞ്ഞു, പോർട്ട്ഫോളിയോ പുനഃസന്തുലിതമാക്കുക എന്ന്. വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾ കാരണം നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ ആസ്തി വിഭാഗങ്ങളുടെ അനുപാതം മാറിയേക്കാം. ഈ അനുപാതം നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി നിലനിർത്താൻ പുനഃസന്തുലിതമാക്കണം, അതായത് റീബാലൻസ് ചെയ്യണം. ഇതിന് ചില ഫണ്ടുകൾ വിൽക്കേണ്ടി വന്നേക്കാം. അദ്ദേഹം ഓർമ്മിപ്പിച്ചു, ഹ്രസ്വകാല ലക്ഷ്യങ്ങൾക്കായി നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കരുത്. ദീർഘകാല ലക്ഷ്യങ്ങളെ മുൻനിർത്തി മാത്രം തീരുമാനമെടുക്കുക. വികാരാധീനമായി പ്രവർത്തിക്കരുത്. ഭയം അല്ലെങ്കിൽ ആവേശം എന്നിവയുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക. ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ സഹായം തേടുക. അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നെ ധാരാളം സഹായിച്ചു. ഇപ്പോൾ ഞാൻ ഭയപ്പെടുന്നില്ല. എന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ഞാൻ വ്യക്തമായി മനസ്സിലാക്കി. ഫണ്ടിന്റെ പ്രകടനം ഞാൻ നിരീക്ഷിക്കുന്നുണ്ട്. പോർട്ട്ഫോളിയോ പുനഃസന്തുലിതമാക്കാനുള്ള ഘട്ടത്തിലാണ് ഞാൻ. മ്യൂച്വൽ ഫണ്ട് വിൽക്കൽ എന്നത് ഒരു നിക്ഷേപ തീരുമാനം മാത്രമാണ്. അതിനെ ഭയക്കേണ്ടതില്ല. ഓർക്കുക, നിങ്ങൾ നിശ്ചയിച്ച ലക്ഷ്യം ആവശ്യങ്ങൾക്ക് 1 വർഷമോ 6 മാസമെങ്കിലും മുൻപോ ആകാൻ ശ്രമിക്കുക. മാർക്കറ്റിലെ ഏറ്റക്കുറച്ചിലുകൾ നമ്മെ ബാധിക്കാതിരിക്കാൻ ഇത് നമ്മെ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി. Disclaimer. This information is for general knowledge and informational purposes only, and does not constitute financial advice.